ഹായ്, വെൽക്കം ടു സൈലം IAS. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ സൈലം IASൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. 9th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്സിൻ്റെ എക്കണോമിക്സ് പാഠഭാഗങ്ങൾ, എക്കണോമിക്സിൻ്റെ പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം UPSC മാത്രമല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും എക്കണോമിക്സിൽ നിന്ന് വലിയ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എക്കണോമിക്സിൻ്റെ ബേസിക് ഐഡിയാസ്, ബേസിക് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. കൂടാതെ നിങ്ങളിപ്പോൾ എക്കണോമിക്സിൻ്റെ ന്യൂസ് വായിക്കുകയാണ് അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ടേംസ് വരും അല്ലേ. ഈ ടേംസും ഈ ബേസിക് കോൺസെപ്റ്റ്സിനകത്ത് കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് ഉള്ളത്? ഇതെല്ലാം പഠിക്കാനുള്ള പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു സീരീസ് തുടങ്ങാം എന്ന് തീരുമാനിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 9th ക്ലാസ്സിലെ എക്കണോമിക്സിൻ്റെ പാഠപുസ്തകം ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പല ആൾക്കാരും വായിച്ചിട്ടുണ്ടായിരിക്കും. വായിച്ച ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനിങ്ങനെ ഒരു ചാപ്റ്റർ, എന്തിന് ഈ ഒരു സാധനം നമ്മൾ പഠിക്കണം, ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആക്ച്വലി തുടക്കത്തിൽ നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഈ ഒരു ചാപ്റ്റർ പറയുന്നത് പാലംപൂർ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിനെ പറ്റിയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി കൃഷിയാണ്. അവിടെ ഇന്ന കുറേ ആൾക്കാരുണ്ട്. അവിടെ കൃഷിയല്ലാതെ മറ്റ് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇത് 9th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്, കൊച്ചു പിള്ളേർക്കുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പറയുന്നു. കഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്കണോമിക് കോൺസെപ്റ്റുകൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിന്ന് UPSC ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രിലിംസിന്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറൊരു ചാപ്റ്റർ അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം നമുക്കിവിടെ കഥയൊന്നും വേണ്ട, നമ്മൾ കൊച്ചു കുട്ടികളല്ലല്ലോ. അപ്പം നമുക്ക് പാലംപൂറിൻ്റെ കഥയൊന്നും വേണ്ട. പകരം ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്താണ് അത് നമ്മൾ എന്ത് ചെയ്യും നോക്കി പോകുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ, ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കി പോകുന്നുള്ളൂ. ഇതിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 10th 11th സ്റ്റാൻഡേർഡിലൊക്കെയുള്ള ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാകും. അവിടെ നമ്മൾ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങൾ നമ്മൾ നോക്കി പോകും. ഇവിടെ ഈ ചാപ്റ്ററിനകത്ത് എന്ത് പറയുന്നുണ്ടോ അത് മാത്രം നമ്മൾ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റീനെ പറ്റിയും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയാണ്. പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം. എന്താണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു വസ്തു നിർമ്മിക്കുന്ന ഒരു ആക്ടിവിറ്റി, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ മണി ഇൻവോൾവ് ആകുന്ന, പണം ഇൻവോൾവ് ആകുന്ന ഒരു പ്രവർത്തനമാണ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എനി ഗുഡ്സ് ആൻഡ് സർവീസസ്, എന്തെങ്കിലും ഒരു എന്ത് ചെയ്യുന്നു, സാധനമോ സേവനമോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള 4 റിക്വയർമെന്റ്സ്, 4 അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ആ 4 റിക്വയർമെന്റുകളാണ് നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? 1 ലാൻഡ്, 2 ലേബർ, 3 ക്യാപിറ്റൽ, 4 ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ, എങ്ങനെ വേണോ വിളിക്കാം. ഇതിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. 1 ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി. നമ്മൾ വെറുതെ ഭൂമി എന്നുള്ള മീനിങ്ങിലോട്ട് ഒതുക്കണ്ട. ഇവിടെ ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ് കേട്ടോ. അതായത് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ കൈൻഡ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാറ്റഗറിയാണ് ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, വാട്ടർ, ഫോറസ്റ്റ്, മിനറൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ലാൻഡ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് അത് വരുന്നുണ്ട്. 2ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലേബറാണ്. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തൊഴിലാളികൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി, തൊഴിൽ ശക്തി, അവർ ചെയ്യുന്ന ജോലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ തൊഴിലിനും ഒരേ തരം സ്കില്ലാണോ ആവശ്യം? അല്ല. ഇപ്പം IT പ്രൊഫഷണൽസ് ആണെങ്കിൽ അതിന് മറ്റൊരു തരം സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ലേബറേഴ്സ് ആണ് IT പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാർ.
എന്നാൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, അവരെന്ന് വെച്ചാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടുതൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ പല കൈൻഡ് ഓഫ് ലേബർ, പല കൈൻഡ് ഓഫ് ജോലികളുണ്ട്. സ്കിൽഡ് ആയിട്ടുള്ള ജോലികളുണ്ട്, അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികളുണ്ട്. എന്നാലും ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ, ഒരു ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ. ഇവരെല്ലാം ചെയ്യുന്ന ജോലിയാണ് ലേബറേഴ്സ്, ഇത് ചെയ്യുന്ന തൊഴിലാളികൾ. അതാണ് രണ്ടാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെന്ന് പറയുന്ന ക്യാപിറ്റൽ. അപ്പം നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്നാമത്തെ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളാണ് ലാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലേബർ, തൊഴിലാളികൾ, അവർ ചെയ്യുന്ന ജോലിയാണ് ലേബർ എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത്തതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ പേരാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ? ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള വസ്തുക്കൾ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, ഫിസിക്കലി കാണാൻ പറ്റുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസിന്റെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിന് ഈ പറയുന്ന ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ബിൽഡിംഗ് വേണം, റോ മെറ്റീരിയൽസ് വേണം, അതുപോലെ തന്നെ ഇപ്പോൾ മെഷീൻസ് വേണം, ടൂള് വേണം, പൈസ വേണം. ഇതെല്ലാം നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ക്യാപിറ്റലിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ, മറ്റൊന്ന് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതായത് ഒരു ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന മാൻമെയ്ഡ് തിങ്സ്, അതായത് മനുഷ്യനിർമ്മിത വസ്തുക്കൾ, ഒന്ന് ലോങ് ടേമിൽ നമ്മളെ ബിസിനസ്സിൽ നിലനിൽക്കുന്നതാണ്, മറ്റൊന്ന് ഷോർട്ട് ടേമിൽ മാത്രം ബിസിനസ്സിലുള്ള സാധനങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ബിൽഡിംഗ് മേടിക്കും അല്ലേ, ബിൽഡിംഗ് വാങ്ങുക, ബിൽഡിംഗ് റെന്റിന് എടുക്കുകയൊക്കെ ചെയ്യും. ഈ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ലോങ് ടേമിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കില്ലേ? അതായത് ഇന്നൊരു ബിൽഡിംഗ് വാങ്ങിച്ചു അല്ലെങ്കിൽ ബിൽഡിംഗ് വച്ചു, അവിടെ നാളെ മുതൽ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് നാളെ നിങ്ങൾ വിറ്റിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവുമോ? ഇല്ല, അത് ലോങ് ടേമിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇനി ഒരു മെഷീൻ നിങ്ങൾ ഉൽപ്പാദനത്തിന് വേണ്ടി, പ്രൊഡക്ഷന് വേണ്ടി ഒരു മെഷീൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വാങ്ങിച്ചാൽ ആ മെഷീൻ ഒരു 5-10 വർഷം നിങ്ങൾ ഉപയോഗിക്കും. ഇനി ടൂൾസ്, ഉപകരണങ്ങൾ, അതും കുറേ വർഷം ഉപയോഗിക്കും. ഒരു കാർ, ഇതെല്ലാം കുറേ വർഷം ഉപയോഗിക്കത്തില്ല. അപ്പം ഇതിനാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിൽഡിങ്, മെഷീൻസ്, ടൂൾസ്, അങ്ങനെ ലോങ് ടേമിൽ നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഫിക്സഡ് ക്യാപിറ്റൽ. ലോങ് ടേമിൽ നമ്മളെ ബിസിനസ്സിൽ നിലനിർത്താൻ പറ്റുന്ന വസ്തുക്കളാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? മെഷീൻസ് വരാം, ടൂൾസ് വരാം, ബിൽഡിങ് വരാം, വെഹിക്കിൾസ് വരാം, ഇതെല്ലാം വരാം. എന്നാൽ ഷോർട്ട് ടേമിൽ, ഹ്രസ്വകാലം, വളരെ കുറച്ചു കാലം മാത്രം നമ്മളെ ബിസിനസ്സിൽ നിലനിർത്തുന്നു, എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളത് വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. അത്തരത്തിലുള്ള വസ്തുക്കളെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, റോ മെറ്റീരിയൽസ്. നിങ്ങളിപ്പോൾ ഒരു വസ്ത്രം നിർമ്മിക്കുന്ന കമ്പനിയാണ് നിങ്ങളുടെതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വസ്ത്രം നിർമ്മിക്കാൻ നിങ്ങൾ കോട്ടൺ നൂല് വേണം അല്ലെ, കോട്ടൺ യാൺ. അപ്പോൾ ഈ കോട്ടൺ നൂല് കൊണ്ട് വസ്ത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തീരും. പിന്നീട് പുതിയ വസ്ത്രം നിർമ്മിക്കണമെങ്കിൽ പുതിയതായിട്ട് വീണ്ടും കോട്ടൺ നൂല് വാങ്ങണം. കാരണം ഷോർട്ട് ടേമിൽ നിങ്ങൾ ഉപയോഗിച്ചു, അത് തീർന്നു. ഇനി വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? വാങ്ങേണ്ടി വരും. ഇപ്പം യാണെന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ റോ മെറ്റീരിയൽ, ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇനി നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക. വാഹനം നിങ്ങളുടെ ബിസിനസ്സിൽ മേടിച്ചു. ഈ വാഹനം എന്ന് പറയുന്നത് ലോങ് ടേമിൽ ഉപയോഗിക്കുന്നത്, അതൊരു ഫിക്സഡ് ക്യാപിറ്റലാണ്. എന്നാൽ വാഹനം ഓടണമെങ്കിൽ ഡീസൽ വേണം അല്ലേ? ഇപ്പം ഡീസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. ഡീസൽ തീർന്നാൽ വാഹനം നിൽക്കും, വീണ്ടും ഡീസൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഷോർട്ട് ടേമിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ബിസിനസ്സിന്റെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിന്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാൻമെയ്ഡ് തിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഇനി നാലാമത്തത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ, അല്ലെങ്കിൽ നമുക്കതിനെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്നിങ്ങനെ പല പേരുകൾ വിളിക്കാം. അതായത് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒരാൾ വേണ്ടേ? അത് ഞാനായിരിക്കും. ഞാനാണ് ഒരു ബിസിനസ് തുടങ്ങിയെങ്കിൽ ഞാനാണ് നാലാമത്തത് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ സംഘാടനം, മാനേജ്മെന്റ്. അല്ലെങ്കിൽ ഓൺട്രപ്രണോർ എന്ന് വെച്ചാൽ ആരാ? ഒരു സംരംഭകൻ, ഒരു ബിസിനസ് തുടങ്ങിയ ആൾ. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. നാലാമത്തെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ഒരു ലാൻഡും ലേബറും ക്യാപിറ്റലും എല്ലാം തന്നെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്ന ഒരാൾ. അത് മാനേജ്മെന്റ് ആകാം, മുതലാളിയാകാം, ആര് വേണമാകാം. അതിനെയാണ് നാലാമത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള
പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ 4നെ പറ്റിയും കൂടുതലായിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള വരുന്ന അടുത്ത ക്ലാസ്സുകളിൽ, അതായത് 10th സ്റ്റാൻഡേർഡിലും 11th സ്റ്റാൻഡേർഡിലും ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്ന സമയത്ത് നമ്മളവിടെ നോക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ 4 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 7ഓളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ചാപ്റ്ററിനകത്ത്. നമുക്കറിയാം ഈ ചാപ്റ്റർ എന്ന് പറയുന്ന പാലംപൂർ വില്ലേജ് ഉണ്ടല്ലോ, ആ വില്ലേജിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അതിനെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനകത്ത് 7ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിന് എക്കണോമിക്സിന്റെ ആൻസേഴ്സ്, ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തിട്ടാണ് ഈ ചാപ്റ്റർ പിന്നീട് അങ്ങോട്ട് പുരോഗമിക്കുന്നത്. അതിനകത്ത് ലാൻഡ് ഫിക്സഡ് ആണോ, ലേബർ മീൻസ് അതായത് ആര് തൊഴിൽ പ്രൊവൈഡ് ചെയ്യും എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട. ഇതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ലാൻഡ് ഇസ് ഫിക്സഡ്. ലാൻഡ് എന്ന് പറയുന്ന പരിമിതമാണോ? ഫിക്സഡ് അളവിൽ മാത്രമേ ലാൻഡ് ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ഭൂമി എന്ന് പറയുന്ന ഫിക്സഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നത് കൃഷി, കാർഷിക പ്രവർത്തനത്തിനെ പറ്റിയാണ്. ഇപ്പം അഗ്രികൾച്ചറിന്റെ കാര്യം എടുത്താൽ ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡാണ് അല്ലേ, ഇത്രയും ഭൂമിയേ ഉള്ളൂ. പിന്നെ നമുക്ക് ലാൻഡ് കൂട്ടാനുള്ള ആ കൂടെ വഴി എന്താണ്? വേസ്റ്റ് ലാൻഡൊക്കെ കൾട്ടിവബിൾ ലാൻഡാക്കി മാറ്റുക, കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണോ എന്നൊരു ചോദ്യത്തിന് ലാൻഡ് ഇസ് ഫിക്സഡ്. ലാൻഡ് നമുക്ക് കൂട്ടാൻ പറ്റില്ല, ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോഴാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഈസ് ദെയർ എ വേ വൺ ക്യാൻ ഗ്രോ മോർ ഫ്രം ദ സെയിം ലാൻഡ്? ലാൻഡ് ഫിക്സഡ് ആണെങ്കിൽ ലാൻഡ് കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വളരെ ഫിക്സഡ് ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ, കൂടുതൽ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഒരു ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ പറ്റും നോക്കാം. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയുന്നത്. 2 തരത്തിലാണ് നമുക്കൊരു ഭൂമിയിൽ നിന്ന്, ഇപ്പം നമുക്ക് നോക്കി ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ലിമിറ്റഡ് ഭൂമിയാണുള്ളത്. 1 ഹെക്ടർ അല്ലെങ്കിൽ 1 ഏക്കർ ഭൂമിയാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 1 ഹെക്ടർ ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1 ഹെക്ടർ ഭൂമിയിൽ നിന്ന് എനിക്ക് നിലവിൽ 100 കിലോ ഉൽപ്പന്നമാണ് എനിക്ക് നിർമ്മിക്കാൻ പറ്റുന്നത്. റൈസോ വീറ്റോ കോക്കനട്ടോ പിന്നെ എന്താ ബനാന എന്തോ ആയിക്കോട്ടെ, ഞാൻ 100 കിലോയാണ് എനിക്ക് 1 ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക. അല്ലെങ്കിൽ 100 എണ്ണമാണ് എനിക്ക് 1 ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തേങ്ങയുടെ എണ്ണം. അല്ലെങ്കിൽ 100 കിലോ നെല്ലാണ് എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 100 കിലോ ഗോതമ്പാണ് എനിക്കൊരു ഏരിയയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു എനിക്ക് 1 ഹെക്ടർ മാത്രമേ ഉള്ളൂ, 100 കിലോ അല്ലെങ്കിൽ 1 ഹെക്ടർ മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് എനിക്ക് 100 കിലോ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ഇതെനിക്ക് കൂട്ടാൻ പറ്റുമോ? 200 കിലോ റൈസ് ആക്കി മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ 200 നമ്പേഴ്സ് ഓഫ് തേങ്ങയാക്കി മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ 200 നമ്പർ ഓഫ് വാഴക്കൊലയാക്കി മാറ്റാൻ പറ്റുമോ? എങ്ങനെ എനിക്ക് എണ്ണം കൂട്ടാം, കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം ലിമിറ്റഡ് ലാൻഡ് എന്ന്? അപ്പം അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2 തരത്തിലാണത് പോസിബിൾ ആകുക. ഒന്നാമത്തതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. എന്താ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കിയേ, ഒരു കൃഷിയിടത്തിൽ ഞാൻ ചിലപ്പോൾ നെൽ കൃഷിയായിരിക്കും നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കൃഷിയായിരിക്കും നടത്തുക. അപ്പോൾ ഒരു വർഷം ചിലപ്പോൾ അവിടെ ഒരു 6 മാസം മാത്രമേ ഞാൻ കൃഷി ചെയ്യുന്നുണ്ടാവുള്ളൂ. 6 മാസം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 6 മാസം കൃഷി ചെയ്യുന്ന സമയത്ത് ബാക്കി 6 മാസം ലാൻഡ് ഐഡിയലായിട്ട് കിടക്കും. അതായത് ഉപയോഗമില്ലാതെ, ഒരു സാധനങ്ങളും ഉപയോഗിക്കാതെ ബാക്കി 6 മാസം ഉപയോഗമില്ലാതെ ഭൂമിയായിട്ട് കിടക്കും. എന്നാൽ ഈ 6 മാസവും കൂടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷം 2 തവണ കൃഷി ചെയ്യാം അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഒന്നിലധികം തവണ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഒന്നിലധികം തവണ കൃഷി ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? കൂടുതൽ ഉൽപാദനം നടക്കും അല്ലേ? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഖാരിഫ്, റാബി, സെയ്ദ് തുടങ്ങിയ സീസണുകളിൽ ആ സീസൺസിനനുസരിച്ചിട്ടുള്ള കൃഷി നടത്തി കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തൂടെ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ത്രൂ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് മിക്സഡ് ക്രോപ്പിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൃഷിയിടത്തിൽ തന്നെ ഒന്നിലധികം വിളകൾ കൃഷി ചെയ്ത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ഇടവിളകൾ കൃഷി ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നോക്കാം. ഇവിടെ പറയുന്ന മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. അപ്പോൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വർഷം തന്നെ ഒന്നിലധികം തവണ കൃഷി ചെയ്തിട്ട്, പല സീസണുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്നുകൊണ്ട് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് പറയുന്നത് എന്താണ്? രണ്ടാമത് പറയുന്ന രീതി എന്ന് പറയുന്നത് ഈൽഡ് കൂട്ടുക.
എന്താണ് രണ്ടാമത് പറയുന്നത്? കൂടുതൽ ഈൽഡ്. എന്താ ഈൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിളവ്. അതായത് ഒരു ഹെക്ടറിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ ഒരു ഹെക്ടറിൽ ഒരു 10 തെങ്ങ് അല്ലെങ്കിൽ ഒരു 100 തെങ്ങ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ 100 തെങ്ങിൽ നിന്ന് എനിക്കൊരു 1000 കോക്കനട്ട്സ്, 1000 നട്ട്സ്, 1000 തേങ്ങകളാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 1000 കോക്കനട്ട്സ് പെർ ഹെക്ടർ ആണ്. 1000 കോക്കനട്ട് പെർ ഹെക്ടർ ആണ് എൻ്റെ ഈൽഡ് എന്ന് പറയുന്നത്. ഈ ഈൽഡ് നമുക്ക് കൂട്ടാൻ പറ്റുമോ? നിലവിൽ 100 തെങ്ങാണ് ഞാൻ വച്ചിരിക്കുന്നത്. ആ 100 തെങ്ങിൽ നിന്ന് എനിക്ക് 1000 കിട്ടുന്ന വെച്ചാൽ ഒരു തെങ്ങിൽ നിന്ന് ആവറേജ് 10 തേങ്ങയാണ് കിട്ടുന്നത്. ഒരു ഹെക്ടറിൽ നിന്ന് എനിക്ക് 1000 തേങ്ങ മാത്രമേ കിട്ടുന്നുള്ളതാണ് എൻ്റെ ഈൽഡ് എന്ന് പറയുന്നത്, എൻ്റെ വിളവെന്ന് പറയുന്നത്. ഈ ഈൽഡ് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും? നമുക്ക് മെച്ചപ്പെട്ട വളങ്ങൾ, കീടനാശിനികൾ, അതുപോലെ മെച്ചപ്പെട്ട വിത്തൊക്കെ ഉപയോഗിച്ചാൽ, അതായത് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള തെങ്ങിൻ തൈ ഉപയോഗിക്കുന്നു, അതിനനുസരിച്ചുള്ള വിള, കൃത്യമായിട്ടുള്ള പരിപാലനം നടത്തിയാൽ നമുക്ക് വേണമെങ്കിൽ ഒരു തെങ്ങിൽ നിന്ന് 10 എന്നുള്ളത് 15 ആക്കിക്കൂടെ? അപ്പോൾ 1000 എന്നുള്ളത് 1500 ആക്കിക്കൂടെ? നമുക്ക് ഈൽഡ് കൂട്ടാമല്ലോ. അതാണ് രണ്ടാമത്തെ വഴി. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആണെങ്കിൽ, രണ്ടാമത്തേത് ഹയർ ഈൽഡിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യണം. എങ്ങനെ? മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ കൂടുതൽ ഫാമിംഗ് മെത്തേഡ്സ്, മെച്ചപ്പെട്ട ഫാമിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ കൂടുതൽ വിളവ്, ഈൽഡ് ഒരു ഏരിയയിൽ നമ്മൾ കണ്ടെത്തുന്നു. അതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ 1960കളിൽ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, 1960s ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നത് ഇത്തരത്തിൽ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഗ്രീൻ റവല്യൂഷൻ? ഈ ഒരു ഇമേജിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന്. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ആക്ച്വലി 1960s ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന ഒരു വിപ്ലവമാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയുള്ള ആക്ച്വലി നോക്കാം നമുക്ക്. ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എങ്ങനെയൊക്കെയാണ് കൂട്ടിയത്? ഒന്നാമതായിട്ട് HIV സീഡ്സ് യൂസ് ചെയ്തു. HIV സീഡ്സ് എന്ന് വെച്ചാൽ ഹൈ ഈൽഡിങ് വെറൈറ്റീസ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രണ്ടാമതായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തു. രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചു. മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തു, ഇലക്ട്രിസിറ്റി അതുപോലുള്ള പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്തു. ദെൻ ഇറിഗേഷൻ, കൃത്യമായിട്ട് ജലസേചനം, വെള്ളം എത്തിച്ചു. ഇങ്ങനെ പല കാര്യങ്ങളും യൂസ് ചെയ്തപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ഈൽഡ് കിട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ 1000 തേങ്ങയാണ് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ 1500 കിട്ടാൻ തുടങ്ങി. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഈൽഡ് കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. മനസ്സിലായല്ലോ? ഗ്രീൻ റവല്യൂഷൻ വഴി ഈൽഡ് കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമുക്ക് ഒരു സെയിം ലാൻഡിൽ നിന്ന് തന്നെ കൂടുതൽ ഈൽഡ് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈൽഡ് കൂട്ടാൻ പറ്റും. എങ്ങനെ? ഒന്നാമത്തെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രോപ്പിങ്ങിലൂടെ, രണ്ടാമത് കൂടുതൽ ഈൽഡിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി ഈൽഡിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് 1960s 1960 കൊണ്ടുവന്ന ഗ്രീൻ റവല്യൂഷൻ. നമുക്കറിയാം MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഗ്രീൻ റവല്യൂഷനെ പറ്റി നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ ടെക്സ്റ്റ് ബുക്സിനകത്തൊക്കെ നോക്കും. ഇനി അടുത്തത് വിൽ ദ ലാൻഡ് സസ്റ്റൈൻ. അതായത് ഈ പറയുന്ന പോലെ നമ്മൾ ഇത്തരത്തിൽ കൂടുതൽ ഈൽഡിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ കൂടുതൽ തവണ കൃഷി ചെയ്യുമ്പോഴും, നമുക്കറിയാം ഒന്നിലധികം തവണ കൃഷി ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ കൂടുതൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ലാൻഡ് സസ്റ്റെയിൻ ചെയ്യുമോ? ഈ നാച്ചുറൽ റിസോഴ്സസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുമോ? അപ്പോൾ ലാൻഡ് ബീയിങ് എ നാച്ചുറൽ റിസോഴ്സ് ഇറ്റ് ഇസ് നെസസറി ടു ബി കെയർഫുൾ ഇൻ ഇറ്റ്സ് യൂസ്. Scientific reports indicate that the modern farming methods have overused the natural resource base. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ഈ നാച്ചുറൽ റിസോഴ്സസ് ഓവർ യൂസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ മണ്ണിനെ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് മിനറൽസ് വിച്ച് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. മണ്ണിനെ മാത്രമല്ല ചുറ്റുമുള്ള ജലാശയങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാ? dissolved in water and immediately available to plant, but these may not be retained in the soil for long. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ,
അതെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചെടികൾ അബ്സോർബ് ചെയ്യും. പക്ഷെ ആ വെള്ളം കുറേ നേരം അവിടെ മണ്ണിൽ നിലനിൽക്കില്ല. അത് പകരം എന്ത് ചെയ്യും, മണ്ണിൽ നിന്ന് ഗ്രൗണ്ട് വാട്ടറിനെ പൊള്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ചുറ്റുമുള്ള ജലാശയങ്ങളിലോട്ട് അത് ഒഴുകാൻ തുടങ്ങും അല്ലെ. ഇപ്പൊ അടുത്തുള്ള കായലുകള്, കനാലുകള്, തോടുകള്, കുളങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലോട്ട് അത് പോകുന്നു. അത് എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൻ ഓൾസോ കിൽ ബാക്ടീരിയ ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് ഇൻ സോയിൽ. ചുറ്റുമുള്ള ജലാശയങ്ങളിൽ പോകുമ്പോൾ ജലാശയങ്ങളിലെ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അവിടുത്തെ ജീവജാലങ്ങളെ നശിപ്പിക്കാറുണ്ട്. മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസിന് നമുക്കറിയാം, മണ്ണില് ബാക്ടീരിയാസ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ ചെടികൾക്ക് പോഷകം നൽകുന്ന ബാക്ടീരിയാസ് ഉണ്ട്, നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നതിന് കാരണമാകും. ദിസ് മീൻസ് സം ടൈം ആഫ്റ്റർ ദയർ യൂസ് ദ സോയിൽ വിൽ ബി ലെസ് ഫെർട്ടൈൽ ദാൻ എവർ ബിഫോർ. അതായത് ഇത് ഉപയോഗിച്ചതിന് കുറെ കാലങ്ങൾക്ക് ശേഷം മുന്നത്തെക്കാളും വളരെ കുറച്ച് ഫെർട്ടിലിറ്റി, പോഷകം മാത്രമേ മണ്ണിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ പോലുള്ള വലിയ രീതിയിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും മണ്ണിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ചേർത്തായിരിക്കും അപ്ലൈ ചെയ്യുക. ഇത് ചെടിക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്ത് ചെയ്യും, ഇതെന്ന് പറയുന്നത് അവിടെ മണ്ണിൽ കുറേ നേരം നിലനിൽക്കത്തില്ല. അതിനുശേഷം മണ്ണിലോട്ട് ഇറങ്ങുന്നു, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്നു, അടുത്തുള്ള ജലാശയങ്ങളിലോട്ട് ഇത് പോകുന്നു, കുളങ്ങളും തോടുകളും എല്ലാം പൊല്യൂട്ട് ചെയ്യുന്നു. കൂടാതെ അവിടെയുള്ള ജീവജാലങ്ങൾ നശിപ്പിക്കുന്നു. ഇവിടെ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കുന്നതിന് കാരണമാകും. ഇത് കൂടാതെ സോയിൽ പഴയതിനേക്കാളും ഫെർട്ടിലിറ്റി കുറയും, ഫെർട്ടൈൽ അല്ലാണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ദ കൺസംഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻ പഞ്ചാബ് ഈസ് ഹയസ്റ്റ് ഇൻ ദ കൺട്രി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബ്. ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാസ് ലീഡ് ടു ഡിഗ്രഡേഷൻ ഓഫ് സോയിൽ ഹെൽത്ത്. അവർ സ്ഥിരമായിട്ട് ഈ പറയുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് മണ്ണിൻ്റെ ഒരു ഡീഗ്രഡേഷൻ സംഭവിച്ചു, മണ്ണിൻ്റെ ഗുണമേന്മ ഇല്ലാണ്ടായിപ്പോയി. Punjab farmers are now forced to use more and more chemical fertilizers and their other input to achieve the same production level. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നേരത്തെ പോലെ, അതായത് മണ്ണിന് ഒരു ഫലഭൂയിഷ്ഠത ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഇല്ലാണ്ടായി മാറി. ഇപ്പം കർഷകർക്ക് നേരത്തെ അളവിനേക്കാളും കൂടുതൽ അളവിൽ ഫെർട്ടിലൈസേഴ്സ്, ഈ പറയുന്ന പോലെ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ മണ്ണിൽ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. എന്നാൽ മാത്രമേ പണ്ടത്തെ അതേ റിസൾട്ട്, പണ്ടത്തെ അതേ രീതിയിൽ ഉൽപാദനം നടക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വലിയ പ്രശ്നങ്ങൾ അവിടെ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, മനുഷ്യന്റെ ജീവൻ ആപത്താണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല ഇഷ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ റെവല്യൂഷൻ നടന്ന സ്ഥലങ്ങളിൽ ഉണ്ടായതായിട്ട് ഇവിടെയും പറയുന്നുണ്ട്. അല്ലാതെ പുറത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നപ്പോൾ എന്താണ്, വിൽ ലാൻഡ് സസ്റ്റൈൻ? മണ്ണിന് നമുക്ക് ഇങ്ങനെ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്ത്, ഞാൻ പറഞ്ഞു നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈൽഡ് കൂട്ടണം, അതിന് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യണം. അപ്പോൾ ലാൻഡ് സസ്റ്റെയിൻ ആകുമോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ സസ്റ്റെയിൻ ആകില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൂ വിൽ പ്രൊവൈഡ് ദ ലേബർ എന്നുള്ളതാണ്. ഈ ജോലി ആര് പ്രൊവൈഡ് ചെയ്യും? ആക്ച്വലി ഇവിടെയാണ് നമ്മൾ 3-4 ടേംസ് പറയുന്നത്. ഒന്നാമത്തത് ഫാമേഴ്സ്, മറ്റൊന്ന് ഫാം ലേബറേഴ്സ്. എന്താണ് ഫാമേഴ്സും ഫാം ലേബറേഴ്സും എന്ന് പറയുന്നത്? ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഭൂമിയുള്ള ആൾക്കാരാണ് ഫാമേഴ്സ്, കർഷകരെന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ സ്വന്തമായി ഭൂമിയുണ്ട്, ഞാൻ ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്യുന്ന വിളവ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളത് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ഈ ഫാമേഴ്സ് തന്നെ പല കൈൻഡ് ഉണ്ട് കേട്ടോ. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഉണ്ട്, ദെൻ മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സ് ഉണ്ട്. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ കുടുംബമായിട്ട് തന്നെ കൃഷിക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് തന്നെ അവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും കർഷകരാണ്. അവർ തന്നെ കൃഷി ചെയ്യുന്നു, അവരുടെ വിള അവർ തന്നെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു. അവർക്കധികം സർപ്ലസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്നാൽ മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭൂമിയുള്ള കർഷകരാണ്. അവരൊരു കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ നടത്തുന്ന ആൾക്കാരാണ്. അതായത് അവർ കൃഷി ചെയ്യുന്നത് കൂടുതലും മാർക്കറ്റിൽ വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നേരിട്ടല്ല കൃഷി. നമുക്കറിയാം വലിയ ലാൻഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള കർഷകരാണ് ഇവർ. ഇവരുടെ കീഴിൽ ഒരുപാട് ഭൂമി ഉണ്ടാവും.
ഇവർ സ്വന്തമായിട്ട് മണ്ണിലിറങ്ങി കൃഷിയല്ല ചെയ്യുന്നത്, പകരം ഇവർ ജോലിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നു, പൈസക്ക് അല്ലെങ്കിൽ കൂലിക്ക് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാം ലേബറേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാം ലേബറേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തില് മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സിന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാം ലേബറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫാം ലേബറേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സിന്റെ കൃഷിയിടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാം ലേബറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ ആഫ്റ്റർ ലാൻഡ് ലേബർ ഇസ് എ നെസസറി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഭൂമിക്ക് ശേഷം അടുത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ലേബർ ആണ്. ഫാമിംഗ് റിക്വയർസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മാൾ ഫാമേഴ്സ് അലോങ് വിത്ത് ദെയർ ഫാമിലീസ് കൾട്ടിവേറ്റ് ദെയർ ഓൺ ഫീൽഡ്. അപ്പൊ അവരുടെ കൃഷിയിടത്തിൽ സ്വന്തമായി തന്നെ കൃഷി ചെയ്യുന്നു. ദസ് ദേ പ്രൊവൈഡ് ദ ലേബർ റിക്വയർഡ് ഫോർ ഫാമിംഗ് ദംസെൽവ്സ്. അവരുടെ കൃഷിയിടത്തിൽ അവർ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല. എന്നാൽ മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഫാം ലേബറേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. പുറത്തുനിന്നുള്ള ജോലിക്കാരെ ഹയർ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരവിടെ പ്രധാനമായിട്ടും കൃഷി നടത്തുന്നത്. ഇനി അതിനുശേഷം ദ ക്യാപിറ്റൽ നീഡഡ് ഇൻ ദ ഫാമിംഗ്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫാമിംഗിലേക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ എവിടെ നിന്നുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് സ്മോൾ ഫാമേഴ്സ് ഹാവ് ടു ബോറോ മണി ടു അറേഞ്ച് ഫോർ ക്യാപിറ്റൽ. അതായത് ചെറുകിട കർഷകർ കൂടുതലായിട്ടും അവിടെ ബോറോയിങ്സ് വഴിയാണ് കൃഷിക്ക് വേണ്ട പൈസ കണ്ടെത്തുന്നത്. അവിടെയാണ് അഗ്രികൾച്ചർ ഫൈനാൻസ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം വരുന്നത് കേട്ടോ. കൃഷിക്ക് എവിടുന്ന് പൈസ കണ്ടെത്തുന്നു? അപ്പൊ ചെറുകിട കർഷകർ കൂടുതൽ എന്ത് ചെയ്യുന്നു? ബോറോ ചെയ്യുന്നു. ബോറോയിങ്സ്. ദേ ബോറോ ഫ്രം ദ ലാർജ് ഫാമേഴ്സ് ഓർ ദ വില്ലേജ് മണി ലെൻഡേഴ്സ്. ഇവർ കടമെടുക്കുന്ന എവിടുന്നാണ്? ലാർജ് ഫാമേഴ്സ് എന്നോ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്. ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് പിന്നീട് നിങ്ങൾ ന്യൂസിലും അതുപോലെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലെല്ലാം തന്നെ കാണും. ഇത് പാലമ്പൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിനെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് ഇത് തന്നെയാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ മണി ലെൻഡേഴ്സ്, പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വലിയ വലിയ കർഷകരുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കടം മേടിക്കുന്നത്. അവിടെ ട്രേഡേഴ്സ് ഹു സപ്ലൈ വേരിയസ് ഇൻപുട്സ്, അല്ലെങ്കിൽ പലതരത്തിൽ ഇവർക്ക് ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡേഴ്സിൻ്റെ ആയിരിക്കും കടം മേടിക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇവർക്ക് തിരിച്ച് പൈസ കൊടുക്കാതെ വരുന്ന സമയത്താണ് പറ്റാത്ത സമയത്താണ് കർഷക ആത്മഹത്യകൾ കൂടുന്നത്. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ്, അതുപോലെ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഗവൺമെന്റ് പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലോട്ട് കൂടുതൽ ബാങ്കിങ് ഫെസിലിറ്റീസ്, ഫോർമൽ ഈ പറയുന്ന പോലെ ഫൈനാൻസുകൾ കൊണ്ടുവരുന്നത്, അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസുകൾ കൊണ്ടുവരുന്ന ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്കീമുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുവരാൻ കാരണം ഇത്തരത്തിൽ ചെറുകിട കർഷകരെ വലിയ കർഷകരും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ വലിയ മണി ലെൻഡേഴ്സും ചൂഷണം ചെയ്യാറുണ്ട്. അവർക്ക് റീപേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. ഇൻ കോൺട്രാസ്റ്റ് അതാണ് നമ്മൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഗവൺമെന്റ് എന്തുകൊണ്ട് കർഷകർക്ക് വേണ്ടി സ്കീമുകൾ കൊണ്ടുവരുന്നു, അതെല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പഠിച്ചു പോകുന്നു. ഇൻ കോൺട്രാസ്റ്റ് ടു ദ സ്മാൾ ഫാമേഴ്സ്, ദ മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സ് ഹാവ് ദെയർ ഓൺ സേവിങ്സ് ഫ്രം ഫാമിംഗ്. ദേ ആർ ദസ് ഏബിൾ ടു അറേഞ്ച് ദ ക്യാപിറ്റൽ നീഡ്. അപ്പൊ അങ്ങനെയെന്ന് വെച്ചാൽ വലിയ കർഷകർക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും കടം മേടിക്കാതെ സ്വന്തം സേവിങ്സിൽ നിന്ന് തന്നെ പൈസ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇവർ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഇവർ ഓൾറെഡി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് ഇവർക്ക് ലാഭം ഉണ്ടാകും. ആ ലാഭം ഇവർ എന്ത് ചെയ്യാറുണ്ട്? സേവ് ചെയ്യാറുണ്ട്. എന്നാൽ ചെറുകിട കർഷകരുടെ കാര്യം അങ്ങനെയല്ല. ചെറുകിട കർഷകരെന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ലാഭം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവർ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവർക്ക് വലിയ ലാഭം ഉണ്ടാകുന്നില്ല, അവർക്ക് സേവിങ്സും ഉണ്ടാകുന്നില്ല. എന്നാൽ മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സിന് കൂടുതൽ സേവിങ്സ് ഉണ്ടാകുന്നുണ്ട്. ആ സേവിങ്സ് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത കൃഷിയിലോട്ട് ഇറക്കുന്നുണ്ട്. ഇനി ഇതല്ലാതെ പാലമ്പൂർ വില്ലേജിനെ പറ്റി പറയുമ്പോൾ കുറച്ച് നോൺ ഫാം ആക്ടിവിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ പ്രധാനമായിട്ടും ഗ്രാമപ്രദേശത്തുള്ള നോൺ ഫാം ആക്ടിവിറ്റീസ് ആദ്യം ഡയറിയാണ്. ഇനി അടുത്തതാണ് നമ്മുടെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്. രണ്ടാമത്തെ നോൺ ഫാം ആക്ടിവിറ്റിയാണ് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ MSME സ്ഥാപനങ്ങൾ, നമുക്കറിയാമല്ലോ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾ. കൂടുതലായിട്ടും ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള MSME സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. then അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഷോപ്പ് കീപ്പേഴ്സ്, ചെറിയ ചെറിയ കടകൾ, അതായത് ചെറിയ ഇപ്പോൾ ഗ്രാമീണർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ കടകൾ. പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മറ്റു സ്ഥലത്തോട്ട് എത്തിക്കുന്ന ജീപ്പുകൾ,
ട്രക്ക് ഡ്രൈവേഴ്സ്, റിക്ഷാവാലാസ് തുടങ്ങിയ ആൾക്കാരാണ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളും എന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒരു ഗ്രാമപ്രദേശത്ത്, അപ്പോൾ ഇന്ത്യയിലെ ഒരു ആവറേജ് ഗ്രാമത്തിൽ കൃഷി അല്ലാതെ കാണപ്പെടുന്ന മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അത് ഡയറി, സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ MSME ചെറുകിട വ്യവസായങ്ങൾ, ഷോപ്പ് കീപ്പേഴ്സ് ചെറിയ ചെറിയ ഷോപ്പുകൾ, പിന്നെ ചെറിയ ട്രാൻസ്പോർട്ട് റിക്ഷാവാലാസ്, പിന്നെ അതുപോലെ തന്നെ ട്രക്സ്, ജീപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെ ആ ഒരു ചാപ്റ്ററിനകത്ത് ആക്ച്വലി ഉള്ളൂ. വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല, പക്ഷെ ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇവിടെ നമുക്ക് നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇനി കൃഷി ഒരു സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദനം നടത്താൻ വേണ്ടി നമുക്ക് ഈൽഡ് കൂട്ടാം, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് നടത്താം, അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നോൺ ഫാം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഒരു ഗ്രാമത്തിൽ കാണുന്നത് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് അറിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇന്ന സ്കീമുകൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 9th സ്റ്റാൻഡേർഡിന്റെ 2nd ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്